ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിനെ സന്ദർശിച്ചവരും യേശു സന്ദർശിച്ചവരുമായവരെയാണ് ഈ പഠനത്തിൽ നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് യേശു കുജാതനായ ആ സമയത്ത് ആദ്യമായി യേശുവിനെ കണ്ടെത്താൻ വന്ന ആട്ടിടയന്മാരെ കുറിച്ചാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് ദൈവദൂതന്മാർ ആട്ടിടയന്മാരോട് പറയാനിടയായത്? സമൂഹത്തിൽ ഉന്നതരായ എത്രയോ ആളുകളുണ്ട്. പ്രത്യേകിച്ച് യെരുശലേമിൽ മഹാപുരോഹിതന്മാരുണ്ട്, ശാസ്ത്രിമാരുണ്ട്, അതുപോലെ പ്രവാചകന്മാരുണ്ട്. പക്ഷേ അവരെ അറിയിക്കാതെ സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ആട്ടിടയന്മാരെ എന്തുകൊണ്ട് അറിയിച്ചു? അല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് ആ ഭാഗ്യമുണ്ടായി? പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനായത് സമൂഹത്തിലെ ഉന്നതരായ ആളുകളെ രക്ഷിക്കാനല്ല, സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളെ രക്ഷിച്ച് അവരുടെ ദുഃഖം മാറ്റി അവർക്ക് തൃപ്തിയും സമാധാനവും നൽകാനാണ്. യേശുവിൻ്റെ ഒന്നാമത്തെ നസറേത്തിലെ പ്രസംഗത്തിൽ യേശു പറഞ്ഞത്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കാൻ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്നാണ്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും യഹോവയുടെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്നാണ്. ഇവിടെ ദരിദ്രർ എന്നുദ്ദേശിക്കുന്നത് ആത്മാവിൽ ദരിദ്രർ എന്നുകൂടെയാണ്. കാരണം ആത്മീകമായ വിഷയത്തിൽ ഞാൻ പോരാത്തവനാണ്, ഞാനൊരു ദരിദ്രനാണ്, ഞാനൊരു ഭിക്ഷക്കാരനാണ്, എനിക്ക് ദൈവത്തിൻ്റെ സഹായം വേണം. ആ ഒരു ചിന്താഗതി ഉള്ള ആളുകൾക്കാണ് രക്ഷിക്കപ്പെടാനായി സാധിക്കുക. ഇവിടെ ഇസ്രയേലിലെ അല്ലെങ്കിൽ പണ്ടത്തെ ഇടയന്മാർ ലോകത്തിലെ ഏറ്റവും അധസ്ഥിതിയുള്ള ആളുകളായിരുന്നു. കാരണം അവരുടെ സ്വന്തം ആടുകളല്ല, അവർ കൂലിക്കാരാണ്. അവർ ഇങ്ങനെ ഓരോ നാട്ടിൽ പുല്ലുള്ള വെള്ളവും പുല്ലും ഉള്ള നാട്ടിലേക്ക് ആടിനെ തെളിച്ചുകൊണ്ട് പോകണം. ആ കാട്ടിൽ അവർക്ക് ഭക്ഷണമില്ല, നല്ല വെള്ളമില്ല, അതുപോലെ നല്ല വസ്ത്രമില്ല, നന്നായിട്ട് രാത്രിയിൽ വിശ്രമിക്കാനുള്ള സ്ഥലമില്ല. അങ്ങനെ വിശ്രമിക്കാനൊട്ടും സാധിക്കുകയുമില്ല. കാരണം പകലും രാത്രിയും ദുഷ്ടജന്തുക്കളുടെ ഒക്കെ ഉപദ്രവം ആടുകൾക്ക് നേരെ ഉണ്ടാകും. ഒരാട് നഷ്ടപ്പെട്ടാൽ അതിൻ്റെ പണം ഇടയന്മാർ കൊടുക്കേണ്ടി വരും. അങ്ങനെ യാക്കോബ് പറയുന്നുണ്ട്, നഷ്ടപ്പെട്ടതിനെ കളവ് പോയതിന് നീ എന്നോട് ചോദിച്ചു എന്ന്. അപ്പോൾ ഈ ഇടയന്മാർ പല കാലത്തുമാണ് വീട്ടിൽ പോകുന്നത്. വീട്ടിലുള്ള ആഘോഷങ്ങൾക്കോ നാട്ടിലുള്ള ആഘോഷങ്ങൾക്കോ ഒന്നും പങ്കെടുക്കാനായിട്ട് അവർക്ക് സാധിക്കുകയില്ല. അങ്ങനെയുള്ള ഏറ്റവും അധസ്ഥിതിയിലുള്ള ആളുകൾക്കാണ് ദൈവദൂതൻ്റെ പ്രത്യക്ഷത ഉണ്ടായത്. നമ്മൾ വായിക്കുന്നത്, ഇടയന്മാർ അക്കാലത്ത് വെളിയിൽ ആടുകളെ കാത്തുകൊണ്ട് കിടന്നു എന്നാണ്. ഞാൻ ആ ഭാഗം വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ. അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്ന് കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം
ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമി ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണം എന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബന്ധപ്പെട്ട് ചെന്ന് മറിയയെയും യോസേഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. കേട്ടവരെല്ലാം ഇടയന്മാർ പറഞ്ഞതിനെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. നമ്മളോട് വായിച്ചത് ഇടയന്മാർ വെളിയിൽ ആടുകളെ കാത്തുകൊണ്ട് കിടന്നുവെന്നാണ്. ഇടയന്മാർ വെളിയിൽ കാത്തുകൊണ്ട് കിടക്കുന്നത് വേനൽക്കാലത്താണ്. പക്ഷേ ആളുകൾ യേശുക്രിസ്തുവിൻ്റെ ജനനം ആഘോഷിക്കുന്നത് ഡിസംബർ മാസത്തിലാണ്. ഡിസംബർ മാസത്തിൽ വലിയ തണുപ്പുള്ള സമയമായതുകൊണ്ട്, മഞ്ഞ് പെയ്യുന്ന സമയമായതുകൊണ്ട് ഇടയന്മാർക്ക് രാത്രിയിൽ വെളിയിൽ ഒരിക്കലും കിടക്കാൻ സാധിക്കുകയില്ല. ആടുകളുമായിട്ട് ശാലയിൽ മാത്രമേ അവർക്ക് കിടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. യേശുവിൻ്റെ ജനനം ഏതു മാസമാണ് എന്നൊന്നും ബൈബിളിൽ എഴുതിയിട്ടില്ല. കാരണം അത് ആഘോഷിക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് ജനനം നമുക്കൊരു പെരുന്നാളാണ്, നമുക്കൊരു ആഘോഷമാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ മാസവും അതിൻ്റെ തീയതിയും അതിൻ്റെ സമയവും പോലും ബൈബിളിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കും. അങ്ങനെയാണ് പഴയ നിയമത്തിലെ സകല പെരുന്നാളുകളുടെയും ദിവസം വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാൽ യേശുവിൻ്റെ ജനനം അത് ആഘോഷിക്കേണ്ടതായിട്ടില്ല. യേശുവിൻ്റെ ജനനം ആഘോഷിക്കുമ്പോൾ ഒരു പ്രശ്നമുള്ളത്, യേശു തരം താഴപ്പെടുകയാണ്. അതായത് മറ്റ് മത, രാഷ്ട്രീയ, സാമൂഹിക നേതാക്കന്മാരിൽ ഒരുവനെ പോലെ യേശു തരം താഴപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു ദൈവമാണ്. ദൈവത്തിന് ആരംഭമില്ലല്ലോ. ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് കർത്താവായ യേശു ക്രിസ്തു. യേശുവിൻ്റെ ജനനം മറ്റുള്ളവരുടെ ജനനം പോലെ ആഘോഷിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ നമ്മളൊരു മനുഷ്യനായിട്ട് അവമതിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കാത്തത്. മാത്രവുമല്ല, അത് യേശു ജനിച്ചത് എന്ന് വ്യക്തമായി ബൈബിളിൽ എഴുതിയിട്ടില്ലാത്തത് കൊണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെയൊരു സാങ്കല്പിക ദിവസമുണ്ടായതാണ്. വളരെ രസകരമായ വേറൊരു കാര്യം, യേശു ജനിച്ചത് ഡിസംബർ 25, അതൊരു ഡേറ്റാണ്. പക്ഷേ യേശു മരിച്ചത് അതെന്നും ഒരു വെള്ളിയാഴ്ചയാണ്. ഒന്നുകിൽ ഇത് ദൈവം നൽകിയതാണെങ്കിൽ രണ്ടും ഡേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടും ഡേ ആയിരിക്കും. യേശു മരിച്ചത് വെള്ളിയാഴ്ചയാണ് എന്നുള്ളതിന് തർക്കമില്ല. യേശു ഉയർത്തത് ഞായറാഴ്ചയാണ് എന്നുള്ളതിന് തർക്കമില്ല. പക്ഷേ യേശുവിൻ്റെ ജനനമാകട്ടെ, മരണമാകട്ടെ, ഉയർപ്പാകട്ടെ നമ്മൾ ആഘോഷിക്കേണ്ട കാര്യം ഇല്ല. യേശു എന്തിനു വന്നു, അതാണ് നമ്മൾ വിലമതിക്കേണ്ടത്. എന്തായാലും ദൈവം ഭൂമിയെ സന്ദർശിച്ച കാര്യം, അത് ദൈവം അറിയിച്ചത് ഇടയന്മാരെയാണ്. എന്തുകൊണ്ടായിരിക്കാം യേശുവിൻ്റെ മാതാവും യോസേഫ് പിതാവും ഈ വഴിയമ്പലത്തിലെത്താൻ കാരണം? അവർ യഹൂദ ഗോത്രക്കാരായതുകൊണ്ട് അവരുടെ ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെയാണ് ഈ ബേത്ലഹേമിലുള്ളത്. തീർച്ചയായിട്ടും ഒരു ബന്ധുവീട്ടിൽ അവർക്ക് വരാമല്ലോ. പക്ഷേ ഒരു ബന്ധുവീട്ടിലും അവരെ സ്വീകരിച്ചില്ലെന്നുള്ളതാണ് സത്യം. കാരണം വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന മറിയ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ് എന്ന് ബന്ധുക്കളാരും അംഗീകരിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് അവർക്ക് ഒരിടമില്ലാതെ പോയത്. എന്നാൽ
വഴിയമ്പലത്തിൽ ഇടം കാണുമെന്ന് വിചാരിച്ച് യോസേപ്പ് പോയെങ്കിലും അവിടെയും ഇടം കിട്ടിയില്ല. അതുകൊണ്ട് അതിനടുത്ത് എവിടെയോ യോസേപ്പ് ഒരുക്കി കൊടുത്ത ഒരു മറവിൽ ആ പ്രസവം നടന്നു. വഴിയാത്രക്കാരൊക്കെ തങ്ങളുടെ കഴുതയെയും ഒട്ടകങ്ങളെയും ഒക്കെ കെട്ടുന്ന ആ സ്ഥലത്ത് അതിന് പുല്ലിട്ട് കൊടുക്കുന്ന ആ സ്ഥലത്ത് പുൽത്തൊട്ടിയിൽ ആ ശിശുവിനെ കിടത്തുകയാണ് ഉണ്ടായത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇടയന്മാരുടെ ആ ദർശനത്തിന് വലിയൊരു സാധ്യതയുണ്ടായി, വലിയൊരു ഗുണമുണ്ടായി. കാരണം അവിടെ ഉണ്ടായിരുന്ന സകല ആളുകളോടും ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടെന്നും ദൈവത്തിന് മെശിഹ അല്ലെങ്കിൽ ദൈവത്തിന് മനുഷ്യാവതാരമാണ് വഴിയമ്പലത്തിൽ ഇടം തേടി വന്നതെന്നും ലഭിക്കാതെ വന്നതുകൊണ്ട് അതിനു വെളിയിൽ പൂജാതനായ കാര്യം ആളുകളെ അറിയിച്ചു. ഒരുപക്ഷെ അതുകൊണ്ടാകാം പിന്നീട് അവർക്ക് അവരുടെ ഏതോ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ സ്വീകരണം ഉണ്ടാകാൻ ഇടയായത്. പ്രിയപ്പെട്ടവരെ, ദൈവം തന്നെക്കുറിച്ച് അല്ലെങ്കിൽ കർത്താവായ യേശുവിനെക്കുറിച്ച്, മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ വന്ന യേശുവിനെക്കുറിച്ച് നമ്മെ അറിയിക്കുന്നത് ഒരു വലിയ ലക്ഷ്യത്തോടു കൂടെയാണ്. നമ്മൾ ആ കാര്യം ആളുകളെ അറിയിക്കും, നമ്മളവൻ്റെ വക്താക്കളാകും എന്നുള്ള ഒരു പ്രതീക്ഷയോടു കൂടെയാണ്. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് വെറുതെ ഇരിക്കുന്ന, സകല നന്മകളും വെറുതെ അനുഭവിക്കുന്ന ആളുകളെ അല്ല ദൈവത്തിന് ഇഷ്ടം, മറിച്ച് ദൈവത്തിൻ്റെ വക്താക്കളായി ആ കാര്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായി നമ്മളെ കാണാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഭാഗ്യവശാൽ നമുക്ക് കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് അറിയാൻ, കർത്താവിൻ്റെ രക്ഷയെക്കുറിച്ച് അറിയാൻ ഭാഗ്യമുണ്ടായി. ദൈവം നമുക്കിത് വെളിപ്പെടുത്തി തന്നു. അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ വക്താക്കളായിട്ട് കർത്താവിനെ മറ്റുള്ളവരുടെ മധ്യ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇടയന്മാരെ പോലെ ജീവിക്കുവാൻ ദൈവം ഈ ചിന്തകളാൽ നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.